രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് അവന്റെ മുറി ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മെല്ലെ മുറി തുറന്ന് അവന്റെ മുഖത്ത് തലേണമർത്താം. എങ്കിലും അടുത്ത് കൂട്ടുകിടക്കുന്നവനെ പേടിക്കണം. അതാരായാലും അവനെ ബോധം കെടുത്തിയിട്ട് ചെയ്താൽ സംഗതി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതേപ്പറ്റി ഞാനും ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ ഒരു കാര്യവും നടക്കില്ല. അയ്യോ, ഇയാള് ശ്രദ്ധയോടെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിയോട് വിളിയാണല്ലോ. ആ സാറേ. എടാ, എപ്പോഴും ഇങ്ങനെ ഫോണിൽ കൂടെ വിളിക്കുന്നത് സേഫ് അല്ല. എന്നാലും ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കുന്നത്. എന്റെ സാറേ, എപ്പോഴും എൻ്റെ അടുത്ത് ആളുണ്ടെന്നേ. പിന്നെ ഇവിടെ ക്യാമറ ഇല്ലെങ്കിലും ക്യാമറ കണ്ണുപോലെയാണ് ഇവിടെ വൈദ്യരും ജീവനക്കാരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആർക്കും സംശയത്തിനിടം കൊടുക്കാതെ വേണം കാര്യം നടത്തിയെടുക്കാൻ. അത് മതി. പക്ഷെ ഒരവസരം പോലും മിസ്സാക്കരുത്. ഇല്ല സാറേ, ഏത് നേരവും ഞാനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. കാര്യം സാധിച്ചിട്ട് ഞാൻ സാറിനെ ഉടനെ വിളിക്കാം. ശരിടാ. അങ്ങേർക്ക് ക്ഷമ നശിച്ചിരിക്കുക. ഇതിപ്പോ പട്ടിയും പൂച്ചയും ആടിനെയും കോഴിയൊന്നും കൊല്ലുന്ന പോലൊന്നും അല്ലല്ലോ, മനുഷ്യനെയല്ലേ കൊല്ലുന്നത്. അതിന്റെ റിസ്ക് ഇല്ലേ? എന്തെങ്കിലും അബദ്ധം പറ്റിയ അയാൾ പിന്നെ എന്നെ കൊല്ലാൻ ആളവിടും. സൂക്ഷിച്ചൊക്കെ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. എന്താടാ ഇവിടെ? ഏയ്, ഒന്നുമില്ല ഏട്ടാ. നീ ആ പേഷ്യന്റിന് കൂട്ടുവന്നല്ലേ? അതെ. പിന്നെന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? കിടന്നപ്പോ ഉറക്കം വന്നില്ലായിരുന്നു, അതുകൊണ്ട് വെറുതെ നടക്കുമായിരുന്നു. നീ നടക്കുമല്ലായിരുന്നല്ലോടാ. ജനാല തുറന്ന് അകത്തേക്ക് നോക്കാനുള്ള ശ്രമം ആയിരുന്നല്ലോ നിന്റേത്. ഏയ്, അങ്ങനെയൊന്നുമില്ല ഏട്ടാ. അല്ലാന്ന് നീ പറഞ്ഞാൽ മതിയോ? നീ ഏതെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് വന്നാണോ? അല്ലേട്ടാ. എന്താ എന്റെ പേര്? ശക്തി. നീ കൂടുതൽ ശക്തിമാനാവണ്ട. പേഷ്യന്റിന് കൂട്ടിരിക്കാൻ വന്നതാണെങ്കിൽ ആ പണി ചെയ്തിട്ട് രോഗം മാറുമ്പോൾ അയാൾക്കൊപ്പം പൊക്കോണം. ഈ അഗസ്ത്യകൂടം തോമസ് സാറിന്റെ വീട് മാത്രമല്ല, ശരിക്കും പറഞ്ഞാ ഇതൊരു അമ്പലം പോലെയാ.